ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തർക്കം പരിഹരിക്കാനെത്തിയ യുവാവിന് മർദ്ദനമേറ്റു. സംഭവത്തിൽ 3 യുവാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് വണ്ടിപ്പെരിയാർ മൂങ്കിലാറിലായിരുന്നു സംഭവം. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ തർക്കം പരിഹരിക്കാനെത്തിയ യുവാവിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ യുവാവായ വണ്ടിപ്പെരിയാർ മൂങ്കിലാർ എസ്റ്റേറ്റിൽ താമസിക്കുന്ന പ്രഭുവിന് ഗുരുതര പരിക്കേൽക്കുകയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തുകയും മ്ലാമല ഒറ്റപ്ലാക്കൽ വീട്ടിൽ സഹോദരങ്ങളായ ഷിഹാബുദ്ദീൻ, ഷറഫുദ്ദീൻ, അസറുദ്ദീൻ എന്നിവരെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടാകുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: വണ്ടിപ്പെരിയാർ മൂങ്കലാറിൽ വെച്ച് പ്രതികളുടെ ബൈക്കും പ്രഭുവിന്റെ സുഹൃത്തായ ജോൺസൺ എന്നയാളുടെ ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ സമയം വിഷയം രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയാണ് പ്രഭു സ്ഥലത്തെത്തിയത്. വിഷയം പരിഹരിക്കുന്നതിനിടയിൽ പ്രതികളിൽ ഒരാൾ പെട്ടെന്ന് തടിക്കഷ്ണമെടുത്ത് പ്രഭുവിന്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നു. തുടർന്ന് സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് പ്രഭുവിനെ കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചത് അനുസരിച്ച് രാത്രിയിൽ പ്രതികളുടെ ബന്ധുവിന്റെ വെള്ളാരംകുന്നിലെ കടയിൽ നിന്നും പ്രതികളെ പിടികൂടുകയും ചെയ്തിരുന്നു. ഇവർ രക്ഷപ്പെട്ട വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് പ്രതികളെ പീരുമേട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. SI TS ജയകൃഷ്ണൻ, ASI സുനിൽ, CPOമാരായ അനിൽകുമാർ, അഭിലാഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികൾ സ്ഥിരം പ്രശ്നക്കാരാണ് എന്നും മുൻപും പല കേസുകളിൽ ഇവർ പ്രതികളാണെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.